രണ്ടിന് എപ്പ നോക്കിയാലും ടി വി കാണല് തന്നെയാ. ഒരക്ഷരം പഠിക്കുകയല്ല, പഠിക്കേണ്ട നേരത്തെ ഒരു ടി വി കാണല്. ഓരോന്നിനും ഓരോ സമയമുണ്ട്, അറിയാവോടാ? അറിയാം പപ്പ. 4:30 ടോം ആൻഡ് ജെറി, 5 മണിക്ക് മിക്കി മൗസ്, 5:30 പോക്കേമോൺ, 6-ന് ജംഗിൾ ബുക്ക്, 6:30 പപ്പ ഷോ. പിള്ളാരെ ഒന്ന് പ്രാർത്ഥിക്ക്. കുരിശ് വരയ്ക്ക് പിള്ളേരെ. കുരിശ് വരയ്ക്കാൻ പറഞ്ഞപ്പോ നീ എന്നാത്തിനാണ് നെറ്റിയിൽ വിരലിട്ട് വട്ടം കറക്കുന്നത്? കുരിശിന്റെ അറ്റത്ത് ക്ലാവറുള്ള മാർത്തോമ കുരിശാ ഞാൻ വരയ്ക്കുന്നത്. കർത്താവേ കാത്തുകൊള്ളണേ. നീ എന്താടി കുരിശ് വരയ്ക്കാത്തത്? ഏത് കുരിശാ വരയ്ക്കേണ്ടതെന്ന് ആലോചിച്ചിരിക്കുക. അതിനൊരു തീരുമാനമായിട്ടേ വരയ്ക്കുന്നുള്ളൂ. ഓ, എന്തോന്ന് ആലോചിക്കാൻ, എല്ലാം കുരിശാ. പ്രാർത്ഥനാ സമയത്ത് ഉറങ്ങുവാണോടാ? ഞാൻ അപ്പോഴേ പറഞ്ഞതാ പ്രാർത്ഥന കഴിഞ്ഞേച്ച് അത്താഴം കൊടുത്താ മതി. കർത്താവ് അത്താഴം പങ്കിട്ട് കൊടുത്തേച്ചാ പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. അല്ലായിരുന്നേ കർത്താവ് പഴങ്കഞ്ഞി കുടിക്കേണ്ടി വന്നേനെ. നേരാ, ഉറക്കം വന്നാ പിന്നെ എന്നാ ചെയ്യാനാ? പ്രാർത്ഥനാ സമയത്ത് ഉറങ്ങാൻ പറ്റുകയല്ല. പപ്പ കിടന്ന് അമറാതിരിക്കാങ്കി ഉറങ്ങാൻ പറ്റും. പ്രാർത്ഥനാ സമയത്ത് ഉറങ്ങുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാവോ? ഉറക്കം വരുന്നോണ്ട്. അതൊന്നും അല്ല കാരണം. ഞാൻ പറയാം കേട്ടോ. പ്രാർത്ഥന ചൊല്ലാനിരിക്കുന്ന നിങ്ങളുടെ ഇടതുവശത്തും വലതുവശത്തും ഓരോ ചെകുത്താനിരിപ്പുണ്ട്. അത് ഞങ്ങൾക്ക് അറിയാൻ മേലാഞ്ഞല്ല, പക്ഷെ പറഞ്ഞാ പൊട്ടീര് മേടിക്കുമല്ലോ എന്ന് പേടിച്ചിട്ടാ.